ഡോക്ടർ ഹാരിസിന്റെ സാന്നിധ്യമോ സമ്മതമോ ഇല്ലാതെയാണ് അദ്ദേഹത്തിന്റെ മുറി തുറന്ന് 2 തവണ പരിശോധന നടത്തുന്നത്. ആ പരിശോധന നടത്തിയത് പ്രിൻസിപ്പളും ഡോക്ടർ ടോണിയും പിന്നീട് രണ്ടാമത്തെ പരിശോധന നടത്തുമ്പോൾ മറ്റൊരു ഡോക്ടർ കൂടി ഉണ്ടായിരുന്നു എന്ന് വാർത്താ സമ്മേളനത്തിൽ നിന്ന് വ്യക്തമാകുന്നു. ഡോക്ടർ ഹാരിസ് അവിടെ ഇല്ലാത്തപ്പോൾ, അദ്ദേഹം അവധിയിലുള്ളപ്പോൾ അദ്ദേഹത്തിന്റെ റൂം തുറന്ന് പരിശോധന നടത്തണമെങ്കിൽ ഒന്നെങ്കിൽ അദ്ദേഹത്തെ അറിയിക്കണം. KGM-സിറ്റിയുടെ നിലപാട് അതാണ്. അദ്ദേഹം ഇല്ലാത്ത സമയത്ത് അദ്ദേഹത്തിന്റെ മുറിയിൽ എന്തു സംഭവിച്ചാലും, ഉള്ളതില്ലാതാവുകയോ ഇല്ലാത്തത് ഉണ്ടാവുകയോ ചെയ്താലും അതിന്റെ ഉത്തരവാദിത്വം എങ്ങനെയാണ് ഡോക്ടർ ഹാരിസിന് വരിക? അവിടെ എന്തെങ്കിലും തരത്തിലുള്ള അട്ടിമറികൾ നടന്നിട്ടുണ്ടെങ്കിൽ, വിശ്വാസവഞ്ചന നടന്നിട്ടുണ്ടെങ്കിൽ, കൊടുക്കാനുള്ള ശ്രമങ്ങൾ നടന്നിട്ടുണ്ടെങ്കിൽ അതിന് അദ്ദേഹം മറുപടി പറയേണ്ടി വരും എന്നത് കൃത്യമല്ലേ? അല്ല, ഇതിനകത്ത് നമ്മളിതിലെ പ്രധാനപ്പെട്ട വിഷയം അതല്ല. ഇതിൻ്റെ പ്രധാനപ്പെട്ട വിഷയം എന്ന് പറഞ്ഞാൽ ഡോക്ടർ ഹാരിസ് എന്തായിരുന്നു കേരളത്തിൻ്റെ ഉന്നയിച്ചത്, അതായിരുന്നു പ്രധാനപ്പെട്ട വിഷയം. അത് അദ്ദേഹം ജൂൺ 27 ഈ കിഡ്നി ബ്ലാഡർ സ്റ്റോണുമായി ബന്ധപ്പെട്ട്, യുറേട്രൽ സ്റ്റോണുമായി ബന്ധപ്പെട്ട്, മൂത്രത്തിക്കല്ലുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് അത് പൊടിച്ചു കളയാൻ വേണ്ടി ഉപയോഗിക്കുന്ന ലിതോക്ലാസ്റ്റ് എന്ന് പറയുന്ന ഉപകരണത്തിൻ്റെ അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗമായ ന്യൂമാറ്റിക് പ്രോബ് എന്ന് പറഞ്ഞ സാധന സാമഗ്രി ഇല്ലാത്തത് കാരണം അവിടെ ഈ സർജറി ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ളതായിരുന്നു അദ്ദേഹത്തിൻ്റെ പരാതി. അദ്ദേഹം ഈ പരാതി പറയാനുള്ള കാരണം, അദ്ദേഹം ഇത് നിരവധി തവണ പരാതിപ്പെട്ടിട്ടും ഈ ഉപകരണം മേടിച്ച് തരാത്തത് കൊണ്ടാണ് സോഷ്യൽ മീഡിയയിലും പിന്നീടും മീഡിയയിലേക്കും പോയത് എന്നുള്ളതായിരുന്നു അദ്ദേഹത്തിൻ്റെ വാദഗതി. ആ വാദഗതി ശരിവെച്ചെന്നോണം തന്നെയാണ് ഈ കേരളത്തിലെ ആരോഗ്യമന്ത്രി പറഞ്ഞത് ഡോക്ടർ ഹാരിസ് ഒരു മികവുറ്റ ഡോക്ടറാണെന്നും അദ്ദേഹം വളരെ ജെനുവിനായ ഡോക്ടറാണെന്നും പറഞ്ഞ് 4 അംഗ വിദഗ്ധ സമിതിയെ നിയോഗിച്ചത്. ഈ വിദഗ്ധ സമിതിയുടെ റിപ്പോർട്ടിൽ തന്നെ ഇതിനു മുമ്പും ഈ ന്യൂമാറ്റിക് പ്രോബ് എന്ന് പറയുന്ന ഉപകരണം ഇല്ലാത്തത് കാരണം നിരവധി തവണ ഇവർ ആവശ്യപ്പെട്ടതിൻ്റെ രേഖകളും, ഇപ്പോൾ CPM-ൻ്റെ പ്രതിനിധി തന്നെ പറയുന്നത് പോലെ ഇത് ആവശ്യപ്പെട്ടാലും കൃത്യസമയത്ത് ഇത് എത്തുന്നില്ല എന്നുള്ളതും, AS-ഉം മറ്റ് സാങ്ഷനുകളെല്ലാം കിട്ടി ഇത് കൃത്യസമയത്ത് എത്താത്തത് കാരണം അവിടെ ഈ സർജറി മുടങ്ങുന്നുണ്ട് എന്നുള്ളത് വളരെ വ്യക്തമാണ്. 2, രോഗികളിൽ നിന്ന് പണം പിരിച്ചാണ് പല സാധനങ്ങളും മേടിക്കുന്നതെന്ന് ശ്രീ ഹാരിസ് ഉൾപ്പെടെയുള്ള ഡോക്ടർമാരും ഈ വിദഗ്ധ സമിതി തന്നെ അവിടെ കണ്ടെത്തിയിട്ടുമുണ്ട്. ഒരു സർക്കാർ മെഡിക്കൽ കോളേജിലെ അവസ്ഥയെക്കുറിച്ചാണ്. ഇതവിടെ നിൽക്കുമ്പോഴാണ് ഇനി നമ്മൾ രണ്ടാമത്തെ ഭാഗം ചിന്തിക്കേണ്ടത്. ന്യൂമാറ്റിക് പ്രോബ് ഇല്ല എന്ന് പറയുന്ന ഡോക്ടർ ഹാരിസ്, അതില്ലാത്തത് കാരണം സർജറി മുടങ്ങി എന്ന് പറയുന്ന ഡോക്ടർ ഹാരിസ്, ഇവിടെ വിദഗ്ധ സമിതി റിപ്പോർട്ടിൽ എഴുതി വച്ചിരിക്കുന്നത് മോക്സിലോ സ്കോപ്പ് എന്ന് പറയുന്ന ഒരു ഉപകരണത്തിൻ്റെ ഒരു ഭാഗം ആയിട്ടില്ല എന്നുള്ളതാണ്. ഈ മോക്സിലോ സ്കോപ്പ് തന്നെ ഇത് ഉപയോഗിക്കാൻ പരിചിതമല്ലാത്തത് കാരണം ഉപയോഗിക്കാതിരിക്കുന്നതാണ് എന്നുള്ളത് ഇതിലേറ്റവും രസകരമായ വസ്തുതയാണ്. ടിഷ്യൂ മോർസുലേറ്റർ വിത്ത് മോസിലോസ്കോപ്പ് എന്നാണ് ഇതിൻ്റെ പേര്. 12 ലക്ഷം രൂപ മുടക്കി ശശി തരൂർ MPയുടെ ഫണ്ടിൽ നിന്ന് മേടിച്ചതാണ്. ഇതാകെ ഒരു തവണ ഉപയോഗിച്ചു. ആ ഒരു തവണ ഉപയോഗിച്ചപ്പോൾ ഒരു രോഗി അത്യാഹിത വിഭാഗത്തിലേക്ക് പോകേണ്ടി വന്നു. കാരണം ഇവർക്ക് ഇത് ഉപയോഗിക്കാനുള്ള ട്രെയിനിങ് കൊടുത്തില്ല. ഇനിയാണ് ഇതിൻ്റെ പ്രധാനപ്പെട്ട വിഷയം. ഈ മോർസിലോസ്കോപ്പ് ഇല്ല എന്ന് പറഞ്ഞാണ് വിദഗ്ധ സമിതി റിപ്പോർട്ട് എഴുതി വെച്ചിരിക്കുന്നത്. ആ മോർസിലോസ്കോപ്പ് ആവശ്യപ്പെട്ട സാധനത്തെ പറ്റി അല്ല ഈ വിദഗ്ധ സമിതി അന്വേഷിച്ചത്. ഈ മോർസിലോസ്കോപ്പ് അന്വേഷിക്കാൻ വേണ്ടിയിട്ടാണ് ഡോക്ടർ ഹാരിസ് അവധിയിലുണ്ടായിരുന്ന 2-ാം തീയതി മുതൽ 7-ാം തീയതി വരെയുള്ള ദിവസങ്ങളിൽ ഇവർ പരിശോധന നടത്തുന്നത്. 6-ാം തീയതി 7-ാം തീയതിയും പരിശോധന നടത്തുന്നു. 6-ാം തീയതി ഈ മോർസിലോസ്കോപ്പ് ഈ ഡോക്ടർ ഹാരിസിന്റെ മുറിയിൽ ഉണ്ട് എന്ന് പറയുന്നു. വിദഗ്ധ സമിതി പറയുന്നു ഡോക്ടർ ഹാരിസ് മൊഴി കൊടുത്തത് ഇത് കണ്ടില്ല എന്നുള്ളതാണ്. ഈ ഡോക്ടർ ഹാരിസ് പറയുന്നു ഞാൻ അങ്ങനെ മൊഴി കൊടുത്തിട്ടില്ല. അതിന്റെ ആധികാരികത പിന്നീട് പരിശോധിക്കപ്പെടാം. ഈ മോസിലോസ്കോപ്പ് അവിടെ കണ്ടെത്തുന്നു. അതും ഡോക്ടർ ഹാരിസിന്റെ ആവശ്യവും തമ്മിൽ ഒരു ബന്ധവുമില്ല എന്നുള്ളത് ആദ്യത്തെ വിഷയം. ഇനി 2, ഈ 7-ാം തീയതി ഒരു അഡീഷണൽ പെട്ടി കണ്ടെത്തിയെന്നും പറഞ്ഞാണ് ഇന്ന് വാർത്താ സമ്മേളനം നടത്തിയത്. ആ അഡീഷണൽ പെട്ടിയിൽ എന്തായിരുന്നു എന്നുള്ളതിനെ പറ്റിയാണ് വലിയ കോലാഹലം സൃഷ്ടിക്കപ്പെടുന്നത്. ആ അഡീഷണൽ പെട്ടിയിൽ ഉണ്ടായിരുന്നത് അവിടെ നെഫ്രോസ്കോപ്പ് എന്ന് പറയുന്ന ഒരു ഉപകരണം കണ്ടം ചെയ്യാനിട്ടിരുന്ന ഉപകരണം എറണാകുളത്ത് ഒരു കമ്പനിയിൽ കൊടുത്ത് അത് ശരിയാക്കാൻ കൊടുത്തിട്ട് തിരിച്ചു വന്നതാണ് എന്നുള്ളതാണ് വാസ്തവം. അതിൻ്റെ പുറത്ത് തിരിച്ചു വന്നപ്പോൾ ഒരു ഡെലിവറി നോട്ട് ഉണ്ടായിരുന്നു. ആ ഡെലിവറി നോട്ട്, അതായത് ഇപ്പോൾ നമ്മൾ ബ്ലിങ്കിറ്റിലും മറ്റതൊക്കെ സൊമാറ്റോയിലും ഒക്കെ നമ്മൾ ഡെലിവറി കൊടുത്താൽ, ഫ്ലിപ്കാർട്ടിൽ ഡെലിവറി കൊടുത്താൽ ഒരു ഡെലിവറി സ്ലിപ്പ് കിട്ടും. ആ ഡെലിവറി സ്ലിപ്പ് കണ്ടിട്ട് ഇവർ പറയുകയാണ് അത് പുതിയ മോർസിലോസ്കോപ്പ്, ഇത് കാണാതായ മോർസിലോസ്കോപ്പ് പുതിയതായി മേടിച്ച ഡോക്ടർ ഹാരിസിന്റെ കപടതയാണ് എന്ന് തെളിയിക്കാൻ വേണ്ടിയിട്ടാണ് ഇന്ന് ആ വാർത്താ സമ്മേളനം വിളിച്ചത്. എന്ന് പറഞ്ഞാൽ ഡോക്ടർ ഹാരിസ് പറഞ്ഞ യൂറോളജി ഡിപ്പാർട്ട്മെന്റിലെ സർജറി മുടങ്ങിയ ഉപകരണവും ഈ ഉപകരണങ്ങളും തമ്മിൽ യാതൊരു ബന്ധവുമില്ല എന്നുള്ളത് ആദ്യത്തെ വിഷയം. ഇനി രണ്ടാമത്തെ വിഷയത്തിലേക്ക് വരാം. എന്താണ് ഇന്ന് അവിടെ 2 പേര് ഇന്ന് അവിടെ ഒരു പത്രസമ്മേളനം നടത്തി. ഇപ്പൊ സിസ്റ്റം എററാണ് എന്നുള്ളത് നമുക്കറിയാം. കാരണം എന്താ, ഇതിന്റെ സിസ്റ്റം ഇവർ തന്നെയാണ്. ആ ഇരുന്ന 2 പേരാണ് സിസ്റ്റം. അവരെ ഫോണിൽ വിളിച്ച ഒരു വ്യക്തി ഉണ്ടല്ലോ, മന്ത്രി ആവട്ടെ, മന്ത്രിയേക്കാൾ പവർഫുള്ളായ PA ആവട്ടെ,
ആ വിളിച്ച ആളാണ് എറർ. അപ്പൊ ഇത് രണ്ടും കൂടെ ചെന്നപ്പോ സിസ്റ്റം എററായി. ഇതാണ് കേരളത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതാണ് കേരളത്തിലെ ആരോഗ്യ മേഖലയിൽ ഇന്നത്തെ അവസ്ഥ. തൊട്ടു മുന്നിലിരിക്കുകയാണ്. ഇതിലുള്ള ഡയറക്ഷൻ അടക്കം കൊടുക്കുന്ന സമയത്ത് ഇത് നാട്ടുകാർ കാണും എന്നെങ്കിലും ഒരു പേടി വേണ്ടേ? ഈ വാർത്താ സമ്മേളനം പുറത്തുനിന്ന് നിയന്ത്രിക്കുന്നത് ആരാണ് എന്ന് അന്വേഷിക്കും എന്നൊരു ബോധ്യമെങ്കിലും വേണ്ടേ? ഇതൊന്നുമില്ല. അതായത് ഒന്നുകിൽ അത് അറിവില്ലായ്മ കൊണ്ടായിരിക്കണം, നേരത്തെ പറഞ്ഞതുപോലെ വാർത്താ സമ്മേളനം നടത്തുന്ന ഒരു വഴക്കവും തഴക്കവും ഇല്ലാത്തത് കൊണ്ടായിരിക്കണം, അല്ലെങ്കിൽ ഇത് ആരറിഞ്ഞാലും കേട്ടാലും കുഴപ്പമില്ല എന്ന തിണ്ണമെടുക്കൊണ്ടായിരിക്കണം. അല്ല, ഇതിന്റെ കോർ വിഷയം അതാണ് മാധു. ഒന്ന് ആലോചിക്കൂ, ഒരു സാധാരണപ്പെട്ട ഏറ്റവും ജെനുവിനായ ഒരു ഡോക്ടർ ഒരു മെഡിക്കൽ കോളേജിൽ അത്യാവശ്യ സാധന സാമഗ്രികൾ ഇല്ലാത്തത് കാരണം ശസ്ത്രക്രിയ മുടങ്ങുന്നു എന്ന് പറയുന്നു. അത് വിദഗ്ധ സമിതിയും ഈ നാട്ടുകാരും CPM പ്രതിനിധി പോലും ശരിവെക്കുകയാണ്. കാരണം എന്താ, ഒരു സാധനം ആവശ്യപ്പെട്ടാൽ അതിന്റെ സാങ്ഷൻ കിട്ടി മേടിച്ചു വരാൻ കുറെ സമയമെടുക്കും. അതുകൊണ്ട് ഇത് പലപ്പോഴും കിട്ടാറില്ല എന്നുള്ളതൊരു വസ്തുതയാണ്. രോഗികളുടെ കയ്യിൽ നിന്ന് മേടിച്ചതിന്റെ തെളിവുകൾ അവിടുത്തെ HDS, ഇത് ലോക്കൽ പർച്ചേസ് നടത്തുന്ന HDSന്റെ കയ്യിൽ തെളിവുകളുണ്ട്. ആ തെളിവുകളും പുറത്തു വന്നത് എന്ന് പറഞ്ഞാൽ മാധുവോ ഞാനോ മറ്റാരെങ്കിലും ഒരു സാധാരണക്കാരൻ അവിടെ അസുഖം പിടിച്ചു പോയിട്ടുണ്ടെങ്കിൽ ഓർത്തോ വാർഡിൽ പോയിട്ടുണ്ടെങ്കിൽ കമ്പി ഇടണമെങ്കിൽ കമ്പി നമ്മൾ മേടിച്ചു കൊടുക്കണം. ഇതാണ് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ അവസ്ഥ. ഈ കമ്പി മേടിച്ചു കൊടുത്തതുമായി ബന്ധപ്പെട്ട് പരാതിയുണ്ട്. ഇപ്പോഴും മുഖ്യമന്ത്രിയുടെ ടേബിൾ പരാതി ഇരിക്കുന്നുണ്ട്. ഇതാണ് പ്രശ്നം. ഇത് കേരളത്തിലെ ആരോഗ്യ മേഖലയെ ബാധിക്കുന്ന ഒരു വിഷയം. ഏറ്റവും ജെനുവിനായ ഒരു ഡോക്ടർ പറഞ്ഞപ്പോ ആ ഡോക്ടറെ എങ്ങനെ കൊടുക്കാം എന്നതിനെ പറ്റിയാണ് ഇവർ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. സൂപ്രണ്ടും പ്രിൻസിപ്പളും ഇവരുടെ സഹപ്രവർത്തകനായ ഒരു ഡോക്ടറെ കൊടുക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഓരോ കാര്യങ്ങൾ. പ്രധാനപ്പെട്ട പ്രശ്നം കേരളത്തിലെ ആരോഗ്യ മേഖല ഇതുപോലെ എററായി കിടക്കുന്ന, സിസ്റ്റം എററായി കിടക്കുന്ന ഒരു ആരോഗ്യ മേഖലയെ കുറിച്ച് ഒരു ജെനുവിനായ ഡോക്ടർ പറയുമ്പോൾ ആ ഡോക്ടറെ കള്ളനാക്കി ചിത്രീകരിക്കാൻ അതേ ആരോഗ്യ മേഖലയിലെ ഈ മന്ത്രിയുടെ പിണിയാളുകളായ ഡോക്ടർമാർ ശ്രമിക്കുന്നു എന്നുള്ളതാണ് കേരളം ഇന്ന് വാർത്താ സമ്മേളനത്തിൽ